വെൽക്കം ടു എഡീന അക്കാഡമി. എഡീന അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് പുതിയ വിജ്ഞാപനം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വിജ്ഞാപന തീയതി 25/3/2025. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 30/4/2025. കാറ്റഗറി നമ്പർ 7/2025. നിയമന രീതി നേരിട്ടുള്ള നിയമനം. പരീക്ഷാ ബോർഡ് നടത്തുന്ന ഓൺലൈൻ പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് നിയമനം. നിയമന അധികാരി ബന്ധപ്പെട്ട സഹകരണ സംഘം അഥവാ ബാങ്കുകൾ. അപേക്ഷ സമർപ്പിക്കൽ രീതി: ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം പ്രൊഫൈൽ വഴി അപേക്ഷ സമർപ്പിക്കുക. നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലൂടെ ഓൺലൈനായി പരീക്ഷാ ബോർഡിന്റെ വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. വെബ്സൈറ്റ് അഡ്രസ് www.cscb.kerala.gov.in. കാറ്റഗറി നമ്പർ 7/2025 അസിസ്റ്റന്റ് സെക്രട്ടറി. വിദ്യാഭ്യാസ യോഗ്യത: എല്ലാ വിഷയങ്ങൾക്കും ചേർത്ത് 50% മാർക്കിൽ കുറയാതെ ലഭിച്ച ഒരു അംഗീകൃത സർവകലാശാല ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമയും കേരള സംസ്ഥാന സഹകരണ യൂണിയന്റെ HDC അല്ലെങ്കിൽ HDC ആൻഡ് BM അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിന്റെ 1 വർഷത്തെ റെഗുലർ കോഴ്സ് HDC അല്ലെങ്കിൽ HDCM അല്ലെങ്കിൽ വിജയകരമായി പൂർത്തിയാക്കിയ സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും BSc അഥവാ MSc. സഹകരണം ആൻഡ് ബാങ്കിങ് അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ചതും സഹകരണം ഐച്ഛിക വിഷയമായിട്ടുള്ളതായ എല്ലാ വിഷയങ്ങൾക്കും 50% കുറയാത്ത ബിരുദം. BCom വിത്ത് കോർപ്പറേഷൻ. ഓരോ സഹകരണ സംഘത്തിന്റെ പേരും ഒഴിവുകളുടെ എണ്ണം ശമ്പള സ്കെയിൽ എന്നിവ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. നാല് വേക്കൻസിയാണുള്ളത്. ഓരോ സഹകരണ സംഘത്തിലും ഒരു അസിസ്റ്റന്റ് സെക്രട്ടറി മാത്രമാണ് ഉള്ളത്. ഓരോ സഹകരണ സംഘത്തിലും ഓരോ വേക്കൻസിയാണുള്ളത്. അപ്പോൾ ഓരോ സഹകരണ സംഘത്തിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുക. പ്രായപരിധി 1/1/2025 18 വയസ്സ് തികഞ്ഞിരിക്കേണ്ടതും 40 വയസ്സ് തികയാൻ പാടില്ലാത്തതുമാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷത്തെ ഇളവ് അനുവദിക്കുന്നതാണ്. മറ്റു പിന്നാക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും വിമുക്തഭടന്മാർക്കും പൊതുവിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും 3 വർഷത്തെ ഇളവും ഭിന്നശേഷിക്കാർക്ക് 40% അതിൽ കൂടുതൽ ഉള്ളവർക്ക് 10 വർഷത്തെ ഇളവും വിധവകൾക്ക് 5 വർഷത്തെ ഇളവും ലഭിക്കുന്നതാണ്. സഹകരണ
സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷയിൽ 1 മാർക്കിന്റെ 100 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു സംഘം അഥവാ ബാങ്കിന്റെ യോഗ്യത ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾ അഭിമുഖത്തിനായി പരമാവധി 20 മാർക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ആയതിന്റെ അഭിമുഖത്തിന് ഹാജരായാൽ മിനിമം 4 മാർക്ക് ലഭിക്കുന്നതാണ്. ബാക്കി 16 മാർക്ക് അഭിമുഖത്തിന്റെ പ്രകടനത്തിനുമാണ്. വിദ്യാർത്ഥികൾ പരീക്ഷാ ഫീസിനൊപ്പം സർക്കാരിന്റെ 13/8/2024 ഉത്തരവ് പ്രകാരമുള്ള 18% GST കൂടി അടയ്ക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ ഒന്നിൽ കൂടുതൽ സംഘം അഥവാ ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പൊതുവിഭാഗക്കാർക്കും വയസ്സുകൾ ലഭിക്കുന്നവർക്കുൾപ്പെടെയുള്ളവർക്കും സഹകരണ ചട്ടം പ്രകാരം ഒരു സംഘം അഥവാ ബാങ്കിന് 150 രൂപയും തുടർന്നുള്ള ഓരോ സംഘം അഥവാ ബാങ്കിന് 50 രൂപ വീതം അധികമായി പരീക്ഷാ ഫീസായി അടയ്ക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരു ബാങ്കിന് 50 രൂപയും തുടർന്നുള്ള ഓരോ സംഘത്തിനും ബാങ്കിനും 50 രൂപ വീതവും അധികമായി പരീക്ഷാ ഫീസായി അടയ്ക്കണം. വിദ്യാർത്ഥികൾ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിന്റെ വെബ്സൈറ്റ് kerala.cseb.kerala.gov.in പരിശോധിച്ച് വിജ്ഞാപനം വായിച്ചു നോക്കിയ ശേഷം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുക. തപാൽ മുഖേന അയക്കുന്ന അപേക്ഷ സ്വീകരിക്കുന്നതല്ല. വിദ്യാർത്ഥികൾ ഓൺലൈനായി വിജ്ഞാപന പ്രകാരമുള്ള അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ മൈ ആപ്ലിക്കേഷനിൽ നിന്ന് അപേക്ഷ പ്രിന്റൗട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. അപേക്ഷ സ്വീകരിക്കേണ്ട അവസാന തീയതിക്ക് മുമ്പായി നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ളവർക്ക് മാത്രം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 30/4/2025. 30/4/2025 മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കുക. പ്രൊഫൈൽ വഴി ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കാനുള്ള സൗകര്യമുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. എഡീന അക്കാഡമിയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ചാനൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ലിങ്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ടുകളും കമൻ്റായി രേഖപ്പെടുത്തുക. Thank you for watching my channel. Thank you for watching my videos. Thank you.